ആദ്യം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ 2 പീസ് എടുത്ത് വെച്ച് അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അതിലൊരു 15 സെൻറ്റിമീറ്റർ റൗണ്ട് വരയ്ക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൗണ്ട് ഒന്ന് വരച്ചെടുക്കാം. സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് നേരെ കോണോട് കോൺ വെച്ചിട്ട് ഒരു പീസ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ സെൻറ്റർ നമുക്ക് കിട്ടും. അതിനുശേഷം ഒരു ചെറിയ പീസ് എടുക്കുക, അതിലോട്ടൊരു 7.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. $5 സെൻറ്റിമീറ്റർ തന്നെ കറക്റ്റ് വേണമെന്നൊന്നുമില്ല. അതിനുശേഷം ഒരു ആണി അതേ കുത്തുക. അതിനുശേഷം ഈ ആണി കറക്റ്റ് ഈ ക്രോസ് വന്നേക്കുന്നിടത്ത് കറക്റ്റ് ആ പോയിന്റ് കൊണ്ടുവച്ചിട്ട് തറച്ചങ്ങ് വെക്കുക. അതിനുശേഷം റൗണ്ട് വരയ്ക്കുക. നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടും. കറക്റ്റ് റൗണ്ട് കിട്ടി. ഇനി നമ്മൾ ഈ 2 പീസുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് രണ്ടുകൂടെ ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പണി എളുപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പീസ് 43 സെൻറ്റിമീറ്റർ ലെങ്തിൽ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ട് വെട്ടി റെഡിയാക്കി വെക്കുക. ഇത് നമ്മൾ ആദ്യം കട്ടി വെച്ചിരിക്കുന്ന റൗണ്ട് പീസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 5 സെൻറ്റിമീറ്റർ ഇതാണ് കൊടുത്തേക്കുന്നത്, ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഈ റൗണ്ട് പീസിലോട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു 16 പീസ് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ലൈൻ വരച്ചിട്ടേക്കുന്നത്, കാല് വരച്ചിട്ടേക്കുന്നത് 16 കാലാണ് നമ്മൾ വരച്ചിട്ടേക്കുന്നത്. അപ്പോൾ 16 പീസ് വേണം. അതായത് 1, 2, 3, 4 അങ്ങനെയുള്ള ഇങ്ങനെ മൊത്തത്തിൽ വരുന്നത് 16 പീസാണ്. അപ്പോൾ ആ 16 പീസ് നമ്മൾ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം. അത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ 16 പീസും വെട്ടിയെടുത്തേക്കുമാണ്. എല്ലാം ഒരൊറ്റ അളവിലാണ് ഇവിടെ വെട്ടിയെടുത്തേക്കുന്നത്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഒട്ടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ചിട്ടേക്കുന്ന പീസിലോട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ പീസും നമ്മൾ ഒട്ടിച്ചെടുക്കണം.
ഒരു പീസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ സെറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡർ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ലാസ്റ്റ് പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഓൾഡർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ ഓൾഡർ മേടിക്കാൻ കിട്ടും, ബോൾട്ടിട്ട് ഞട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്. അത് മേടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. ഓൾഡർ സെറ്റായി. ഇനി നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ അടുത്തൊരു ഹുക്കോണമാണ് ഇതിന്. അത് നമ്മളൊരു ചെറിയ ചെയിനിൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൂടെ പിടിപ്പിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഹാങ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബൾബ് ഇടുകയാണ്. ബൾബ് ഇട്ടിട്ട് നമുക്കിത് കത്തിച്ച് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അടിവശം വരുന്നത്. നമ്മൾ സ്റ്റെയറിൻ്റെ ഒക്കെ മുകളിൽ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. സംഭവം കത്തിച്ച് അടിപൊളിയാണ് കാണാൻ. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കാം ഇതിൻ്റെ വെട്ടം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സംഭവം തകർത്തു. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ സ്റ്റെയറിൻ്റെ ഒക്കെ അവിടെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഫൈനൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.